ഹലോ, നമസ്കാരം. ഞാൻ ഷാൻ വഹാബ്. ഒരു വീട് പണി തുടങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് കയ്യിൽ കരുതണം എന്നുള്ളത് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലർ ചോദിക്കും, ഒരു 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 കോടി രൂപയുണ്ടെങ്കിൽ നമുക്കൊരു വീട് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കാം അല്ലേ. അങ്ങനെ ഒരുപാട് പേര് പലരോടും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളോടും ചോദിക്കാറുണ്ട്. ഒരു വീട് പണി തുടങ്ങുമ്പോൾ എത്രത്തോളം ബഡ്ജറ്റ് വരുന്നു എന്നത് അറിയുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വീട് പണിക്ക് അനുയോജ്യമായ പ്ലോട്ട് നമ്മുടെ കൈവശമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല എങ്കിൽ അത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് എത്രത്തോളം ഫണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യമേ കാണേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു വീട് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യകത, നമുക്ക് എന്തൊക്കെയാണ് ഒരു വീട്ടിൽ വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി ഒരു ധാരണ തയ്യാറാക്കി നമ്മൾ ഒരു നല്ല ആർക്കിടെക്റ്റിനെ കണ്ട്, ഒരു ആർക്കിടെക്ട് ഫേമിനെ കണ്ട് ഒരു നല്ല പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് എന്തൊക്കെ ആവശ്യകതകൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ എക്സ്റ്റൻഷൻ ആ വീടിന് വരും എന്നുള്ളതിനെ കുറിച്ചും ഒരു ധാരണ വരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ വീടിന് നമുക്ക് എന്തൊക്കെ ലക്ഷറി ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷറി തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നമുക്ക് ഈ വീട്ടിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ തന്നെ ആ സബ്ജക്റ്റിൽ നമുക്കുണ്ടാവണം. ഇതെല്ലാം വെച്ചൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയ ശേഷം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ അഥവാ ആ ബഡ്ജറ്റ് നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലാണ് നമുക്കൊരു ലോണിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കണം. ലോണിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ പറ്റുന്ന ഒരു ബാങ്ക് ചൂസ് ചെയ്യണം. ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ലോണിനെ കുറിച്ചുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലോൺ വേണോ അതോ നമ്മുടെ കയ്യിൽ അതിനാവശ്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടോ എന്ന് നോക്കി വേണം ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ. പലരും വീടിനായി നമ്മളെ സമീപിക്കുമ്പോൾ ഇന്നിടത്തെ വീടില്ലേ, ആ സ്ഥലത്ത് അയാൾ വെച്ച വീടില്ലേ, അതുപോലത്തെ ഒരു വീട് വേണം അല്ലെങ്കിൽ അതിനേക്കാളും വെച്ചൊരു വീട് വേണം എന്നുള്ളതൊക്കെയാണ് പൊതുവെ നമ്മളോട് പറയാറ്. പക്ഷെ അതല്ല ശരിയായ മാർഗം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, മറ്റൊരാളുടെ കുടുംബത്തിന് വേണ്ട ആവശ്യകത ആയിരിക്കില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു പ്ലാനും ആ പ്ലാൻ എത്രത്തോളം ബഡ്ജറ്റിൽ ചെന്ന് നിൽക്കുന്നു, ആ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ എത്ര രൂപ നമുക്ക് ആവശ്യമുണ്ട്, അതെല്ലാം മനസ്സിലാക്കി ഒരു നല്ല പ്ലാൻ വരച്ച ശേഷം വേണം നമ്മൾ വീട് പണിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ വേറൊരു സബ്ജക്റ്റുമായി മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.